അസ്സലാമു അലൈക്കും. വളരെ വലിയൊരു സങ്കടമാണ് പങ്കുവെക്കാനുള്ളത്. ഇന്നലെ മുതൽ ഒരു ഉസ്താദിനെ കാണാതായിരുന്നു. അഷ്റഫ് മാലിക് എന്ന് പേരുള്ള ഒരു ഉസ്താദിനെ മംഗലാപുരം ത്തുള്ളൊരു ഉസ്താദാണ്. അപ്പോൾ ആ ഉസ്താദിൻ്റെ സ്കൂട്ടർ പാലത്തിൻ്റെ മുകളിൽ കണ്ടിരുന്നു. അങ്ങനെ അന്വേഷണത്തിൽ ഇന്ന് സുബഹിക്ക് ശേഷം ആ ഉസ്താദിൻ്റെ ഒരു ജീവനറ്റ ശരീരമാണ് താഴെ പുഴയിൽ നിന്ന് കണ്ടു കിട്ടിയത്. വലിയൊരു വേദന എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്നൊരു ഉസ്താദാണ്. ബാങ്ക് ലോൺ എടുത്തിട്ടുള്ള വിഷയങ്ങളുണ്ട്, കടങ്ങൾ വാങ്ങിയതുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന് ജോലി ഉണ്ടായിരുന്നില്ല. ഒരു ഭാഗത്ത് പോലെ മുദരിസ മുഅദ്ദിനായിട്ടോ അല്ലെങ്കിൽ മദ്രസയിലെ ഉസ്താദായിട്ടോ ഒരു ജോലി വേണമെന്ന് പലരോടും പറഞ്ഞിരുന്നെങ്കിലും പല പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന് ജോലി കിട്ടിയിരുന്നില്ല. ഇപ്പോൾ MSRും വിഷയങ്ങളൊക്കെ ആണല്ലോ ഓരോരുത്തരുടെയും സംഘടനകളൊക്കെ പറഞ്ഞിട്ട് ആ ജോലിയൊന്നും കിട്ടിയില്ല. അപ്പോൾ ഒരു പക്ഷേ അതിലുള്ളൊരു വിഷമം കൊണ്ടോ കടങ്ങൾ വീട്ടാൻ മറ്റു മാർഗങ്ങളൊക്കെ ഇല്ലാതെ വന്നപ്പോഴോ ആയിരിക്കാം അങ്ങനെ ഒരു കൈവിട്ടു പോയൊരു നിമിഷത്തിൽ അങ്ങനെ ഒരു തെറ്റായൊരു തീരുമാനം അദ്ദേഹത്തിന് എടുക്കേണ്ടി വന്നിട്ടുണ്ടാവും. നമ്മൾ ദുആ ചെയ്യുക, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. ഒരു കുടുംബം അദ്ദേഹത്തിനെ കാത്തിരിക്കുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ മുൻപിൽ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതിരുന്നു. നമ്മൾ എത്രയോ പണം എന്തിനൊക്കെയോ വേണ്ടി നമ്മൾ അമിതമായി ചെലവഴിച്ച് ആഹ്ലാദിച്ചു പോകുന്ന ആളുകളാണ്. നമ്മുടെ ചുറ്റുമുള്ള കടങ്ങൾ വീട്ടാൻ കഴിയാത്ത, ജീവിക്കാൻ കഴിയാത്ത ഒരുപാട് സാധാരണക്കാരായ ആളുകളുണ്ട്. പ്രത്യേകിച്ച് മത അധ്യാപകരായ മദ്രസ ഉസ്താദുമാരായ ആളുകൾ ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് പ്രയാസപ്പെടുന്ന ആളുകളാണ്. പക്ഷേ നമ്മൾ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് ഇവർക്ക് ജോലി നിഷേധിക്കും. നീ ഈ സംഘടനക്കാരനാണോ, അല്ലെങ്കിൽ MSR ഉണ്ടോ, MSR എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെ പല കാരണങ്ങളുണ്ടാവും. എന്തായാലും ഒരു മനുഷ്യൻക്ക് ഒരു ജീവിതോപാധി കിട്ടാൻ MSRോ അല്ലെങ്കിൽ സംഘടനയോ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളൊന്നും തടസ്സാവരുത്. അദ്ദേഹം അതിന് യോഗ്യനാണെങ്കിൽ നമ്മൾ ആ ജോലി കൊടുക്കുന്നൊരവസ്ഥയിലേക്ക് വരണം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ പോറ്റാനുള്ള ശേഷിയില്ല എന്ന് സ്വയം തോന്നിയൊരു നിമിഷത്തിലായിരിക്കണം അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവും. അള്ളാഹു അതുപോലെയുള്ള ചിന്തകളിൽ നിന്ന് നമ്മളെല്ലാവരും കാത്തു രക്ഷിക്കട്ടെ. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്തയാണ്, ഒരു കുടുംബത്തിലുള്ള കാഴ്ചപരിമിതിയുള്ള ഒരു സ്ത്രീയും അവരെ ഭർത്താവും 2 കുഞ്ഞുങ്ങളും എല്ലാ ആരാധനാലയങ്ങളും പോയി ഒന്നും കിട്ടാതെ അവർ ജീവിക്കാനുള്ള മാർഗങ്ങളില്ലാതെ ഒടുവിൽ സ്വയം ജീവിതം അവസാനിപ്പിച്ച ഒരു ചിത്രം നമ്മൾ വേദനയോടെയാണ് കേരളം നോക്കിക്കണ്ടത്. നമ്മുടെ ചുറ്റും അങ്ങനെ നമ്മളറിയാതെ ജീവിക്കാൻ പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ആലോചിക്കാനുള്ളത്, നമുക്ക് വീട്ടാൻ കഴിവില്ലെങ്കിൽ നമ്മൾ അമിതമായിട്ട് ലോൺ എടുക്കരുത്. അതും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമുക്കൊരു സാമ്പത്തിക അച്ചടക്കം എന്തായാലും ജീവിച്ചിരിക്കുന്ന നമ്മളെപ്പോഴും ആലോചിക്കുക, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കൊരു ഉപകാരമാവണം. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് പ്രശ്നങ്ങളും മരണം എന്നൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് പരിഹാരം കാണുന്നു എന്നുള്ളൊരു